എന്റെ പൊന്നു ബ്രോ, ലാംഗ്വേജ് ഇല്ലെങ്കിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. പലരും പറയും ലാംഗ്വേജ് വേണ്ട, ജർമ്മൻ ലാംഗ്വേജ് ഒന്നും വലിയ സീനില്ല, ഇംഗ്ലീഷ് മതി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നല്ല. നിങ്ങൾ ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. ഒരു ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. പിന്നെ ഇവിടെ നിങ്ങളൊരു ഇംഗ്ലീഷ് ജോലിയിലാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതുപോലും കൂടുതൽ ജർമ്മനിലായിരിക്കും. തുടക്കമൊക്കെ അവർ ഇംഗ്ലീഷ് സംസാരിക്കും, പിന്നെ അത് പയ്യെ പയ്യെ ഫുള്ള് ജർമ്മനാവും. നമ്മുടെ കുറെ ചേട്ടന്മാര് പറഞ്ഞുള്ള എക്സ്പീരിയൻസിന് ഞാൻ പറയാണ്, എത്ര ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടർ മേഖലയിലായാലും കുറച്ച് ആളായും അവര് ഫുള്ള് ജർമ്മനാവും. കുറെ പേർക്ക് ഇംഗ്ലീഷ് അറിയാം, എന്നാലും ഇവര് കുറെ ഒന്നും സംസാരിക്കില്ല. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇടയിൽ ജർമ്മൻ തന്നെ വരും. നമുക്കൊന്നും കുറേ മനസ്സിലാവാത്ത അവസ്ഥ വരും. ഏറ്റവും നല്ലത് ജർമ്മൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് വരാം. നിങ്ങളിപ്പോ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ FST ഇപ്പൊ എന്ത് ചെയ്യാൻ വരാണെങ്കിലും ഇപ്പൊ കുറെ റിജക്ഷൻ വന്നതിന്റെ കാരണം ഈ ഹൗസ് ബിൽഡിങ്ങിന് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതായത് ഇവർക്ക് ഇമെയിൽ അയക്കും, അതായത് ഓക്കെ നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ വെക്കാന്ന് പറഞ്ഞ് സീറ്റ് തരും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ്, ലാംഗ്വേജ് ഇല്ല, റിജക്ട് ആക്കാന്ന് പറയും. കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ ഉള്ള ജോബിൽ അല്ലെങ്കിൽ കെയർ ഹോമിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇവർ പറയാറുണ്ട് ഇന്ത്യക്കാരെടുക്കാൻ താല്പര്യമില്ല, ഇവർക്കൊന്നും ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്നു. എനിക്ക് സ്വന്തമായിട്ട് അറിയാം, സ്വന്തമായിട്ട് കുറെ പരിചയമുള്ള പിള്ളേരുണ്ട്. അതായത് നാട്ടിൽ അവര് ലാംഗ്വേജ് പഠിപ്പിച്ചിട്ടുന്ന ആൾക്കാരാണ്, ജർമ്മൻ ലാംഗ്വേജ്. ആ ടീച്ചേഴ്സ് ഇവിടെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന നേരത്ത് അവർക്ക് ലാംഗ്വേജ് കിട്ടണില്ല. നാട്ടിൽ അവർ പഠിച്ചത് തന്നെ അങ്ങനെ പഠിപ്പിക്കണുള്ളൂ നിങ്ങളെ, അവർക്ക് പോലും ലാംഗ്വേജ് ഇല്ല. അപ്പോൾ നല്ലൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പേടിക്കണ്ട. പിന്നെ എൻ്റെ ഒരു മേഖലയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇല്ലാന്നുണ്ടെങ്കിലോ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് തന്നെ നമ്മളെ പരമാവധി യൂസ് ചെയ്യും, നമ്മളെ പരമാവധി പണിയെടുപ്പിക്കും, നമ്മൾ തിരിച്ച് പറയില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഡോക്ടർമാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഡയഗ്നോസിസ് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വരും ട്രീറ്റ്മെന്റുകളൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് പലതും മനസ്സിലായാലും കൂടി പണി കിട്ടും. കൂടുതലൊക്കെ പണി വരുന്നത് എനിക്ക് കുറെ പണി കിട്ടുന്നത് ഈ ഇതാണ്. അതായത് ഹാൻഡ് ഓവർ തരും നമുക്ക്, അതൊന്നും കുറെ ഒന്നും മനസ്സിലാവില്ല ചില നേരത്തെ. ഉമാരുടെ ഭയങ്കര സ്പീഡിലായിരിക്കും പറഞ്ഞു പോണേ, അതൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാ. നമ്മുടെ നാട്ടിൽ പല പിള്ളേരും ഈ പറഞ്ഞ പോലെ കോഡൊക്കെ വെച്ച് എഴുതുന്നുണ്ട് ലാംഗ്വേജ്. അതായത് കോപ്പി അടിച്ച് സിമ്പിളായിട്ട് പഠിക്കാണ്ട് ഈ പറഞ്ഞ പോലെ കോഡൊക്കെ വെച്ച് എഴുതാന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് ലാംഗ്വേജ് പഠിക്കാണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മര്യാദയ്ക്ക് പഠിച്ചിട്ട് വന്നാൽ ഇവിടെ സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ പണി പാളും.